السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ മാസം തോറും നടത്തി വരുന്ന ഈ ദർസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തെക്കുറിച്ച് പഠിക്കാൻ, തൗഹീദിനെ കുറിച്ച് പഠിക്കാനാണ് മഗ്‌രിബിന് ശേഷമുള്ള ഈ ഒരു ദർസ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. അതിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള അറിവ്. കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് അവനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുന്ന ആളുകൾക്കാണ്. അള്ളാഹു നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നാം വായിക്കുന്ന അധ്യായം കിതാബ് തൗഹീദിൽ ബാബു മിനശ്ശിർക്കി ലുബ്സുൽ ഹൽഖത്തി വൽ ഖൈതി വനഹ്വിഹിമാ ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി എന്നാണ് അദ്ദേഹം ആ അധ്യായത്തിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ്. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു അത് തഫ്സീർ തൗഹീദാണ്. തൗഹീദ് എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരധ്യായമാണ് അത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. ശിർക്കിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾക്ക് തൗഹീദിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ, അവൻ തൗഹീദിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കണമെങ്കിൽ ശിർക്കിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ശൈഖ് റഹിമഹുല്ലാഹ് ഇനിയുള്ള അധ്യായങ്ങളിൽ മുഴുവനും ചെറുതും വലുതുമായ ശിർക്കുകളെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ശൈഖ് എല്ലാ രൂപത്തിലുള്ള ശിർക്കിനെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ഇന്നും നാം പരിശോധിച്ചാൽ നമ്മുടെ കാലഘട്ടത്തിലും ഏറെ നിലനിൽക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള ശിർക്കുകളെ കുറിച്ചിട്ട് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കടുത്ത ശിർക്കുണ്ട്, അശ്ശിർക്കുൽ അക്ബർ എന്നറിയപ്പെടുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും അയാളുടെ അമലുകളെ പൊളിച്ചു കളയുന്ന ശിർക്കുൽ അസ്ഗറിനെ കുറിച്ചിട്ട് പരാമർശമുണ്ട്. അങ്ങനെ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ശിർക്കുകളെ കുറിച്ചിട്ടാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലും അയൽപ്പക്കങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ വളരെയധികം വ്യാപിച്ചിട്ടുള്ള ഒരു മുസീബത്താണ്. എന്താണ് ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്? ബാബു മിനശ്ശിർക്കി, ശിർക്കിൽ പെട്ടതാണ്. മിൻ എന്ന് പറയുന്നത് തബ്ഈദിയ്യ എന്ന് പറയും. അതായത് അതിൽ പെട്ടതാണ് എന്ന അർത്ഥമാണ് അറിയിക്കുന്നത്. അതായത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഷിർക്ക് ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പോൾ ആ ഷിർക്കിൽ പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഷിർക്ക്? ഷിർക്കുൻ അസ്ഗറാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം പിന്നീട് വരും. ഷിർക്കിൽ പെട്ടതാണ് ലുബ്സുൽ ഹൽഖ. ലുബ്സുൽ ഹൽഖ, ഹൽഖ എന്ന് പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളയം എന്നാണ്. രണ്ട് രൂപത്തിലെ വായന ഇതിനുണ്ട്. ഹൽഖ എന്നും ലാമിന് സുക്കൂനാക്കിക്കൊണ്ടും, അതേപോലെ ഹലഖ ലാമിന് ഫത്ഹാക്കിക്കൊണ്ടും രണ്ടും വായനയുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലും മറ്റുമൊക്കെ ധരിക്കുന്ന വളയങ്ങൾക്കാണ് ഹൽഖ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ഇരുമ്പിൻ്റെതാകാം, അതല്ലെങ്കിൽ പിച്ചളയുടേതാകാം, കോപ്പർ കൊണ്ടുള്ളത്, ഇനി സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ഏതുമാകട്ടെ, കയ്യിൽ ധരിക്കുന്ന വളയത്തിനാണ് ഹൽഖ അല്ലെങ്കിൽ ഹലഖ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പറയുന്നു ഇനി ശിർക്കിൽപ്പെട്ടതാണ് ഈ വളയം ധരിക്കൽ. അതേപോലെ വൽ ഖൈത്ത് എന്നാണ്. ഖൈത്ത് എന്ന് പറഞ്ഞാൽ നൂല് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചരട് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ വളയമാകട്ടെ ചരടാകട്ടെ അത് ധരിക്കുന്നത് പാടില്ല. ഈ ചരട് ആളുകൾ ചിലപ്പോൾ കയ്യിൽ ധരിക്കും, കാലിൽ ധരിക്കുന്നവരുണ്ട്. അത് മറ്റ് വിശ്വാസികളിലും ഒക്കെ നമുക്ക് കാണുന്ന കാര്യമാണ്. കാലിൽ ധരിക്കും, കയ്യിൽ ധരിക്കും, ഇനി പല രൂപത്തിൽ ആളുകൾ ധരിക്കും. വനഹ്വിഹിം, അതേപോലെയുള്ള, അതായത് വളയും ചരടവും മാത്രമല്ല ഇവിടെ പ്രശ്നം, ഇതിന് സമാനമായ എന്തുമാകട്ടെ ഇതെന്തിനു വേണ്ടി ധരിക്കുന്നു? ലിറഫ്ഇൽ ബലാ ഔ ദഫ്ഇഹി. അദ്ദേഹം പറയുന്നു, ഒന്നുകിൽ നമുക്ക് ബാധിച്ചൊരു മുസീബത്തിനെ അത് ശിഫയായി പോകാൻ, അത് നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ആളുകൾ ധരിക്കാറുണ്ട്. ഔ ദഫ്ഇഹി, വരാതിരിക്കുന്നതിന് വേണ്ടി, ചെറുക്കുന്നതിന് വേണ്ടിയും ആളുകൾ
ധരിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഇത് ശിർക്കിൽപ്പെട്ട കാര്യമാണ് എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ രോഗം പേടിച്ചിട്ട്, കണ്ണേറ് പേടിച്ചിട്ട്, എന്തെങ്കിലുമൊക്കെ മുസീബത്ത് ബാധിക്കുമെന്ന് പേടിച്ചിട്ട്, അപകടം വരുമെന്ന് പേടിച്ചിട്ട്, അത് നമ്മുടെ ശരീരത്തിലാകട്ടെ, നമ്മുടെ വാഹനത്തിലാകട്ടെ, കുട്ടികളിലാകട്ടെ, ആരിലാകട്ടെ, നമ്മുടെ വീട്ടിലാകട്ടെ, ഒരു മുസീബത്ത് വീട്ടിലുണ്ടാകാതിരിക്കാൻ വീട്ടിൽ കെട്ടിത്തൂക്കുന്ന കാര്യമാകട്ടെ, എന്തും ആകട്ടെ, ഇതെല്ലാം സഹോദരങ്ങളെ ഈ ഒരു ഇനത്തിലാണ് പെടുന്നത്, ഈ ഒരു വകുപ്പിലാണ് പെടുന്നത്. അത് പല രൂപത്തിൽ ഓരോ നാട്ടിലും ഓരോ പ്രദേശത്തൊക്കെ പല രൂപത്തിലായിരിക്കും. ചിലർ ചെരുപ്പൊക്കെ കെട്ടിത്തൂക്കുന്നത് കാണാൻ സാധിക്കും. വേറെ ചിലർ പ്രത്യേകം കൈയിൻ്റെ അടയാളമൊക്കെ കെട്ടിത്തൂക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ കണ്ണിൻ്റെ രൂപം വെച്ചിട്ടൊക്കെ കെട്ടിത്തൂക്കുന്ന ആളുകളുണ്ടാകും. അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതും ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. എത്രത്തോളം പണ്ഡിതന്മാർ പറയുന്നു, എഴുത്തുകളാണെങ്കിലും ശരി, ചില പ്രത്യേക എഴുത്തുകൾ അവിടെ എഴുതി വെച്ചാൽ അവിടെ കണ്ണീറുണ്ടാവുകയില്ല എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ അതെല്ലാം ഈ വകുപ്പിൽ പെടുന്നു. ഖുർആനിൻ്റെ ആയത്തുകളാണെങ്കിലും ശരി. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹുക്കുമുകൾ എന്താണ്, ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായങ്ങളിൽ ഇത് വരുന്നുണ്ട്. എന്ത് തന്നെയായാലും ഒരാളൊരു രോഗം മാറുന്നതിന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ രോഗം വരുന്നതിന്, മുസീബത്ത് വരുന്നതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടോ എഴുതുകയോ കെട്ടിത്തൂക്കുകയോ ധരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഈ കാര്യങ്ങളെയൊക്കെയാണ് സഹോദരങ്ങളെ ഈ ആയത്തിൽ പ്രതിപാദ്യ വിഷയം. അതാണ് അതിൻ്റെ ഹുക്കും. അത് ശിർക്കിൽപ്പെട്ടതാണ് എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഷിർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ശിർക്കുൽ അസ്ഗർ, ഒരാൾ ദീനിൽ നിന്നും പുറത്തു പോകാത്ത, എന്നാൽ ആ ചെയ്യുന്ന കർമ്മത്തെ പൊളിച്ചു കളയുന്ന ആ ഇനം ഷിർക്കാണ് അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പറയുന്നത്. ഇത് വൻപാപത്തെക്കാളും ഗൗരവമുള്ള കാര്യമാണ്, കബായിറുകളെക്കാളും ഗൗരവമുള്ള കാര്യമാണ്. കാരണം കബായിറുകളെ കുറിച്ചിട്ട് പണ്ഡിതന്മാർക്കിടയിൽ അത് പുറത്തു കിട്ടും എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. വൻപാപം കൊണ്ട് ഒരാൾ മരിച്ചു പോയാൽ അത് പുറത്തു കിട്ടും എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് അത് പുറത്തു കൊടുക്കും, യാതൊരു സംശയമില്ല. പക്ഷേ ഷിർക്ക് അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് പുറത്തു തരികയില്ല എന്നാണ്. കാരണം ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് പുറത്തു തരികയില്ല എന്ന് പറഞ്ഞതിൽ ചെറുതും വലുതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ചെറിയ ഷിർക്കുമായി ഒരാൾ മരണപ്പെട്ടു പോയാൽ അവന് സമാനമായ സൽക്കർമ്മങ്ങൾ അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അള്ളാഹിൻ്റെ മശീയത്ത് അതിലുണ്ടാവുകയില്ല എന്നുപോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് സഹോദരങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, അവർക്ക് സ്വന്തത്തിനാകട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്കാകട്ടെ, അവരിഷ്ടപ്പെടുന്ന ആളുകൾക്കാകട്ടെ, രോഗങ്ങൾ ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല. അതെങ്ങനെയെങ്കിലൊക്കെ നീങ്ങി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരെല്ലാം. അത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്വന്തത്തിന് രോഗം ഉണ്ടാകരുത്, രോഗം വരരുത്, എനിക്ക് വേണ്ടപ്പെട്ട ആൾക്ക് രോഗം ഉണ്ടാകരുത്, രോഗം വരരുത്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെന്ത് ചെയ്യും? രോഗം കൊണ്ടും അതുപോലെ തന്നെ പട്ടിണി കൊണ്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്തുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഹോദരങ്ങളെ, മനുഷ്യരെങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം, ഇതാണ് പലരുടെയും ചിന്ത. ഇത് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ രക്ഷപ്പെടണമോ, അതല്ല എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടാൽ മതിയോ, ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. ചിലർ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ്. രോഗം വന്ന് എങ്ങനെയെങ്കിലൊക്കെ മാറണം, അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രോഗം വരരുത്, ഇതാണ് പലരുടെയും ചിന്ത. പക്ഷെ സഹോദരങ്ങൾ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അത് ഏത് കാര്യത്തിലാകട്ടെ, ഏത് കാര്യത്തിലും അവൻ അങ്ങനെ സഞ്ചരിക്കാൻ പാടുള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം മാർഗവും ലക്ഷ്യവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ലക്ഷ്യം കണ്ടാൽ പോരാ, രോഗം മാറിയാൽ മാത്രം പോരാ, ഇതെങ്ങനെ മാറുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. കാരണം ചിലപ്പോൾ ദീനിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് ചിലർ രോഗശമനത്തെ തേടുന്നത്. അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്, അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറിവുകൾ നടത്തിയിട്ട്, നേർച്ചകൾ നടത്തിയിട്ട്, ഇങ്ങനെ പല രൂപത്തിലും സഹോദരങ്ങളെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഈ രോഗങ്ങളും മുസീബത്തുകളൊക്കെ വരുന്നതിനെ ചെറുക്കാനും അല്ലെങ്കിൽ വന്നതിനെ നീക്കാനും ഒക്കെ പരിശ്രമിക്കാറുണ്ട്. പണ്ഡിതന്മാർ പറയാറുള്ളത്, ഒരാൾക്ക് പ്രയാസമോ ദുരിതമോ ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ മൂന്നാലൊരു രീതിയിലാണ്, അല്ലെങ്കിൽ ദുരിതം ബാധിച്ചത് നീങ്ങണമെങ്കിൽ മൂന്നാലൊരു രീതിയാണ് അവന് ഉള്ളത്. 3 രീതിയിലായിരിക്കും അവൻ എന്ത് ചെയ്യുക? അതിനുവേണ്ടി പരിശ്രമിക്കുക. ഒന്നാമത്തേത് അദ്ദുആ. ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനൊക്കെ ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ. തീർച്ചയായും ദുആ എന്ന് പറയുന്നത് അത് ഇറങ്ങിയതിനും ഉപകരിക്കും, ഇറങ്ങാത്തതിനും ഉപകരിക്കും. ഇപ്പം ഇറങ്ങി എന്തെങ്കിലുമൊക്കെ മുസീബത്തുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ ഉപകരിക്കും. ഇനി ഇറങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ അതും ദുആ കൊണ്ട് എന്ത് ചെയ്യും? അതൊരാൾക്ക് എന്ത് ചെയ്യും? അതിൽ നിന്നും
ശമനം ലഭിക്കുന്നതാണ്, രക്ഷ ലഭിക്കുന്നതാണ്. ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളെ നമ്മൾ ദുആ ചെയ്തോളി. ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് രോഗം വരുന്നതിനെ തൊട്ടും ദുആ ചെയ്യണം. ഒരുപാട് ഹദീസുകളിൽ ഇന്ന രോഗങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ എന്നെ പാണ്ഡ്യരോഗത്തിൽ നിന്നും കുഷ്ഠരോഗത്തിൽ നിന്നും ഇങ്ങനെയുള്ള രോഗത്തിൽ നിന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട്, ഭ്രാന്ത് ബാധിക്കുന്നതിൽ നിന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ രോഗശമനത്തിനും അള്ളാഹുവിനോടാണ് ദുആ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിലൊക്കെ അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവെ നീയാണ് രോഗങ്ങളെ മാറ്റുന്നവൻ, നീയാണ് ശിഫാലദ്ദവൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, പ്രയാസങ്ങൾ ബാധിച്ചാൽ, രോഗങ്ങൾ ബാധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാൽ, സ്വീകരിക്കുന്നതാകട്ടെ സ്വീകരിക്കാത്തതാകട്ടെ, നമ്മൾ ദുആ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. കാരണം പലരും ദുആയിൽ മടുപ്പ് വരാനുള്ളൊരു കാരണം കൂടിയാണ്. അവർക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ദുആ നിർത്തുന്നത് കാണാൻ സാധിക്കും. ആൾ വിചാരിച്ചത് ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ഇതിനൊക്കെയാണ് പ്രതിഫലമുള്ളത്. ദുആ ചെയ്താൽ അത് കിട്ടിയാൽ കിട്ടി, അപ്പോൾ രക്ഷപ്പെട്ടു, ഇല്ലേ പിന്നെ നഷ്ടമാണ് എന്ന് ധരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിഫലമാണ്. നമ്മൾ അള്ളാഹിനോട് അല്ലാഹുമ്മ റഹ്മനി അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വാചകങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ട്. ദുആ ഉത്തരം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്നത് വേറൊരു വിഷയമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നീട് നൽകുന്ന വേറൊരു കാര്യമാണ്. അത് നമുക്ക് യോജിക്കുന്ന സമയവും സന്ദർഭമൊക്കെ ആണെങ്കിൽ അല്ലാഹു തആല അപ്പം തന്നെ ഉത്തരം നൽകും. അല്ലെങ്കിൽ അല്ലാഹു തആല സമാനമായ എന്തെങ്കിലും ഉപദ്രവങ്ങൾ നമ്മളിൽ നിന്ന് നീക്കും, അല്ലെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെക്കും. ഇത് ദുആയുടെ ഉത്തരം ചെയ്യുന്നതിൻ്റെ വിഷയം വേറെയാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകുന്നുണ്ട് എന്ന കാര്യം സഹോദരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണെങ്കിൽ അതാണ് തൗഹീദ്. ഇതാണ് തൗഹീദ്. അല്ലാഹുവിനോട് അല്ലാതെ പ്രയാസങ്ങൾ നീക്കി തരാൻ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഖുർആനിലാകട്ടെ ഹദീസുകളിലാകട്ടെ അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും പ്രയാസങ്ങൾ നീക്കി തരാൻ, പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ, രക്ഷ ചോദിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ പിഴച്ചു പോകുന്ന ആളുകളുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ അവർ ദുആ ചെയ്യും, പക്ഷേ അല്ലാഹു അല്ലാത്ത ആളുകളോടാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹു അല്ലാത്ത ആളുകളോട് പോയി ദുആ ചെയ്യും. ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കും, ഖബറാളികളോട് പോയി സഹായം തേടും. എനിക്ക് ഇന്ന മുസീബത്തുകളൊക്കെ വന്നിട്ടുണ്ട്, ഇന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നവരെ കാണാം. ചിലർ ആ ദുആക്ക് മറ്റു പല പേരിട്ട് വിളിക്കും, അത് സഹായഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. എന്താണ് ചെയ്യുന്നത്? ഒരേ കാര്യം തന്നെയാണ്. വേറെ ചിലർ ഇത്തരം ഖബറുകളിൽ പോയി ആ മഹാന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ അറവ് നടത്തും. ഇതെല്ലാം സഹോദരങ്ങളെ ഒരാളെ ദീനിൽ നിന്നും പുറത്തു പോകുന്ന, ദീനിൽ നിന്നും ഒരാളെ പുറത്തേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം അദ്ദുആയാണ്. രണ്ടാമത് പ്രയാസങ്ങൾ നീങ്ങാനുള്ള മാർഗമായിട്ടുള്ളത് പണ്ഡിതന്മാർ പറയുന്നു അൽ അസ്ബാബുൽ ഹിസ്സിയ. നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ചില കാരണങ്ങളുണ്ട്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ടുമൊക്കെ തൊട്ടറിയാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ചില കാരണങ്ങളുണ്ട്. അൽ അസ്ബാബുൽ ഖദരിയ എന്നും അതിനെ പറയാറുണ്ട്. അള്ളാഹു അത് സബബാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ സഹോദരങ്ങളെ, ഇതിലൂടെ നമുക്ക് പ്രയാസങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മരുന്നുകൾ കഴിക്കാറുണ്ട്. അതേത് രീതിയിലുള്ള മരുന്നുകളാകട്ടെ, അത് ഇംഗ്ലീഷ് മരുന്നാകട്ടെ അല്ലെങ്കിൽ ആയുർവേദമാകട്ടെ, ഏതുമാകട്ടെ, നമ്മൾ മരുന്നുകൾ കഴിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന, ഒന്നുകിൽ ആ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങളിൽ വെക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ, ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നീക്കം ചെയ്യാനായിരിക്കും. അതും ചികിത്സാ രീതിയാണ്. ഹിജാമയിൽ ചെയ്യുന്നത് അത് ശരീരത്തിന് തെളിവ് വന്നിട്ടുള്ള കാര്യമാണ്. ഹിജാമയിൽ ചെയ്യുന്നത് ശരീരത്തിലുള്ള അഴുക്കായിട്ടുള്ള രക്തം നീക്കലാണ്. അങ്ങനെ ചികിത്സയുണ്ട്. അതുപോലെ തേൻ കുടിക്കുക എന്നുള്ളത് ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കലാണ്. അതേപോലെ തന്നെ കരിജീരം കഴിക്കുക എന്നുള്ളത് ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചതും ഖുർആനിൽ വന്നതുമൊക്കെ ആയിട്ടുള്ള തെളിവുകളുണ്ട്. അതല്ലാത്ത മറ്റ് ഭൗതികമായിട്ടുള്ള ഈ ലോകത്ത് നമുക്ക് ശിഫയാക്കാനുള്ള ചില കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ശരീരത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് തെളിവ് സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. തേനാകട്ടെ, ഇതൊക്കെ ഹദീസുകളിൽ വന്നതാണ്. നമ്മൾ ഹിജാമ ചെയ്യുന്നത് അത് സയൻസ് കണ്ടുപിടിച്ചതുകൊണ്ടല്ല, മറിച്ച് അതിന് ഹദീസുകളിൽ തെളിവുണ്ട്. നമ്മൾ ഹബ്ബത്തു സൗദ, കരിഞ്ചീരകം ഉപയോഗിക്കുന്നത് അത് സയൻസ് കണ്ടുപിടിച്ചത് കൊണ്ടല്ല. സയൻസ് ഇപ്പോൾ നാളെ എതിരെ പറഞ്ഞാലും നമ്മളത് ഉപയോഗിക്കുക തന്നെ ചെയ്യും, അതിൻ്റെതായ രീതി. കാരണം അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
എന്നാൽ അതല്ലാത്ത കാര്യമാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അതിന് തജ്രിബ അത്യാവശ്യമാണ്. അഥവാ അതുകൊണ്ട് പരീക്ഷിച്ച് അതുകൊണ്ട് മനസ്സിലാക്കി ഇന്നതിനുള്ള മാർഗമാണ് എന്ന് കണ്ടുപിടിക്കപ്പെടും. അപ്പോഴാണ് നമ്മളത് അനുവദനീയമാകുക, അപ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നമ്മൾ തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ പനിയൊക്കെ വരുമ്പോൾ ആളുകൾ പനഡോളും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമിന് അത് അനുവദനീയമായി തീരുന്നത്? കാരണം ഇത് പരീക്ഷിക്കപ്പെട്ട ഒരു അസ്ബാബ് ഖദരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാപഞ്ചികമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു കാരണമാണ്. അത് പരീക്ഷണങ്ങളിലൂടെ തജ്രിബകളിലൂടെ അത് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നരമ്പുകൾക്ക് ഇന്ന എഫക്റ്റുകൾ ഉണ്ടാകും, അങ്ങനെ നമ്മുടെ വേദനയെ അത് ഇല്ലാതാക്കി കളയും, നമ്മുടെ ശരീരത്തെ ചൂടിനെ കുറച്ച് കളയും. ഇതൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്കത് അനുവദനീയമായി തീരുന്നത്. അതല്ലാതെ ആര് എന്തുണ്ടാക്കിയാലും അതെല്ലാം നമുക്ക് മരുന്നാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. തജ്രിബമാണ്. അത് കൃത്യമായി അതിൻ്റെ അടിസ്ഥാനങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമുക്കത് അനുവദനീയമായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് അൽ അംറുൽ മഅനവി എന്ന് പറയും. രോഗങ്ങൾ ചികിത്സിക്കാനുള്ളത് അല്ലെങ്കിൽ പ്രയാസങ്ങൾ നീക്കാനുള്ളത് അൽ അംറുൽ മഅനവി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമല്ല. ഏതുപോലെ അർറുഖ്യ അശ്ശറഇയ്യ പോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യം. കാരണം അത് എങ്ങനെയാണ് അതിൻ്റെ ചികിത്സാ ഫലം നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, ഗൈബിയായ കാര്യമാണ്. കാരണം ശരീരത്തിലേക്ക് ഒന്നും നമ്മൾ കൊടുക്കുന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പ്രവേശിപ്പിക്കുന്നുമില്ല, ഗുളികകൾ പോലെ അല്ലെങ്കിൽ തേനൊക്കെ പോലെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹിജാമ പോലെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് കളയുന്നില്ല. മറിച്ച് ഇവിടെ എങ്ങനെയാണ് ആ രോഗം ശിഫയാകുന്നത്? അല്ലാഹു അഅലം, അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്, ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. ഖുർആൻ ശിഫയാണെന്നുള്ള കാര്യം അങ്ങനെ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ചികിത്സിക്കും. അതിനാൽ അസ്ബാബ് ശർഇയ്യ എന്നാണ് പറയാറുള്ളത്. അള്ളാഹുവിൻ്റെ ശരീഅത്ത് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതായ കാരണങ്ങൾ. ഈ മൂന്നാലൊരു കാരണങ്ങൾ കൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഏതൊരു രോഗവും ഏതൊരു പ്രയാസവും വന്നാൽ നമ്മൾ അതിനെ ചികിത്സിക്കുന്നത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അൽ അസ്ബാബുൽ ഖദരിയാണെങ്കിൽ പ്രാപഞ്ചികമായ കാരണങ്ങളാണ് ഇത്തരം ചികിത്സകൾക്ക് ഉപയോഗിക്കുന്നത് എങ്കിൽ ഒന്നുകിൽ അതിൽ ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ട കാര്യമായിരിക്കണം, തേന്, കരിഞ്ജീരകം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ. അതല്ലെങ്കിൽ വ്യക്തമായ തജ്രിബയുടെ അടിസ്ഥാനത്തിൽ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഇന്നതിന് ശിഫയാകും എന്ന് തെളിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കണം. അത് ഹറാമാകാനും പാടില്ല. കാരണം ഹറാമ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. നാളെ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാമെന്ന രൂപത്തിൽ മദ്യം ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഇന്ന രോഗമൊക്കെ മാറുമെന്ന് ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം, നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് നിഷിദ്ധമായ കാര്യമാണ്, ഹറാമ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇത് വളരെ അടിസ്ഥാനമാണ്. കാരണം ഈ പറയുന്ന ഗവേഷണങ്ങളിലൂടെ കണ്ടുപിടിച്ചതല്ലെങ്കിൽ, അല്ലെങ്കിൽ ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ടതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിം ഒരു കാര്യം തൻ്റെ ചികിത്സ കാര്യം ഉപയോഗിക്കുക? തൻ്റെ പ്രയാസങ്ങൾ അതുകൊണ്ട് നീങ്ങുമെന്ന് വിശ്വസിക്കുക എങ്ങനെയാണ്? തീർച്ചയായും അവൻ്റെ മനസ്സുകൊണ്ട് എന്തോ ഒരു വിശ്വാസം അതിലുണ്ടായിരിക്കും. അതല്ലാതെ അവൻ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അത്തരം ചികിത്സാ രീതികളെയോ അത്തരം പ്രയാസങ്ങൾ നീങ്ങുന്നതിനെയോ അവൻ സമീപിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ശിർക്കുൻ അസ്ഗറായിത്തീരും, ഒരു പാപമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ശിർക്കുൻ അസ്ഗറായിത്തീരും. കാരണം നമ്മുടെ കൽബ് അതുമായി ബന്ധപ്പെട്ടിരിക്കുക. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ടൈപ്പിൽ ഒരു കല്ലൊക്കെ നമുക്ക് ഒരാൾ കൊണ്ടു തന്നു, അയാൾ പറയുകയാണെങ്കിൽ ഈ കല്ല് കൊണ്ട് ഡെയിലി ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് അമർത്തിയാൽ മതി, ഇതിൻ്റെ ഇന്ന രോഗങ്ങളൊക്കെ പോകും. ഇത് ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നീട് നമ്മൾ നോക്കുക അൽ അസ്ബാബുൽ ഹിസ്സിയ അല്ലെങ്കിൽ ഖദരിയ എന്ന് പറയുന്ന പ്രാപഞ്ചികമായ കാരണങ്ങളായിരിക്കണം. അങ്ങനെ പ്രാപഞ്ചികമായ കാരണങ്ങൾ നമ്മൾ എപ്പോഴാണ് സ്ഥിരപ്പെടുക? ഒന്നുകിൽ ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ട കാര്യമായിരിക്കണം. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് നോക്കാനുള്ളത് അതിന് എന്തുണ്ടോ, വ്യക്തമായ തജ്രിബ ഉണ്ടോ എന്നാണ്. നമ്മളെ കയ്യിൽ അങ്ങനെ പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ശരീരത്തിലേക്ക് സംഭവിക്കുന്നുണ്ടോ? ഒന്നും ഉണ്ടാവുകയില്ല. മറിച്ചത് ചില പുതിയ തരത്തിലുള്ള ആളുകൾ കൊണ്ടുവരുന്ന ശിർക്കിന്റെ വിശ്വാസത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളാണ്. ആ കയ്യിൽ അങ്ങനെ കല്ലുപിടിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇവന്റെ ഇന്ന രൂപത്തിലുള്ള ശരീരത്തിൽ രോഗങ്ങളൊക്കെ മാറുക? കാരണം ഒന്നും ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല, ഒന്നും ശരീരത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ചികിത്സ ശരിയാകുന്നത്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത്തരം ചികിത്സകൾ എന്താകും? അത് ഷിർക്കിന്റെ രൂപമാണ്, ഷിർക്കുൻ അസ്ഗറാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഏത് ചികിത്സാ രീതിയിലും ആളുകൾ വരുന്ന സമയത്ത് നമ്മൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഈ അടിസ്ഥാനം മനസ്സിലാക്കുക എന്നുള്ളത്. അല്ല, നമ്മുടെ നാട്ടിൽ ചുറ്റുമുള്ള പല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പ്രാണിക് ഹീലിംഗ്, അങ്ങനെ ഹീലിംഗ്, ഇങ്ങനെ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് എന്തിനും ചികിത്സാ രീതി പറഞ്ഞു നടക്കുന്ന നാടാണത്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം നാം തുടക്കത്തിൽ പറഞ്ഞു,
അവരെ സംബന്ധിച്ചിടത്തോളം ഈ വന്ന മുസീബത്ത് രോഗം എങ്ങനെയെങ്കിലൊക്കെ മാറുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു രീതി തന്നെയില്ല. എങ്ങനെയൊക്കെ മാറിയാൽ മതി, അതെന്ത് ശരിയാക്കിയിട്ടും എന്ത് രൂപത്തിൽ ചെയ്തിട്ടാണെങ്കിലും ശരി ഇത് മാറിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ്. സഹോദരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ അത് ഫോൺ വിളിച്ചിട്ട് അതിലൂടെ ചികിത്സിച്ചിട്ട് മാറ്റും എന്നൊക്കെയാണ് പറയും. അങ്ങനെയുള്ള ചികിത്സയാണ് ഈ പ്രാണിക് ഹീലിംഗ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ. ഒരാൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പ്രയാസം പറഞ്ഞ് കുറച്ച് നേരം ഫോൺ വിളിച്ചവിടെ നിന്നാൽ മതി, അപ്പോൾ അയാളുടെ രോഗം ശിഫയാകും, ഇന്നത് മാറും, ഈ രൂപത്തിലൊക്കെ പറയുന്ന കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ചൊരു റൂമിൽ ഇരുത്തിക്കൊണ്ട് ഇയാൾ എല്ലാവർക്കും ഒറ്റയടിക്ക് ശിഫ നടത്തുന്ന രീതിയിൽ കാണാൻ സാധിക്കും. നമ്മുടെ നാടുകളിൽ സഹോദരങ്ങൾ വ്യാപകമായിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ ആളുകൾ പല അലോപ്പതി മെഡിസിൻ മറ്റുമൊക്കെ കഴിച്ച് മാറുന്നില്ല എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ അടുത്തൊക്കെ പോയി മാറുന്നില്ല എന്ന് കാണുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ രീതിയിലുള്ള തട്ടിപ്പുകളുടെ അടുക്കലേക്ക് പോകുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തിയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരിൽ ചില ആളുകൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന അത്തരം സൂചിയോ ഒന്നും വേണ്ടതില്ല എന്നാണ്. എല്ലാവരും ഒരു റൂമിൽ ഒരുമിച്ചിരുത്തുക. എന്നിട്ട് അയാൾ പറയാണ് സൂചിയൊക്കെ നമ്മൾ ആദ്യം ഒരു കാരണമായിട്ട് ഉപയോഗിക്കുകയാണ്, ഇനിയിപ്പോൾ സൂചിയുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഒന്നാകെ എന്ത് ചെയ്യും, ആ രൂപത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ചികിത്സ ഒക്കെ നടത്തിത്തരും എന്ന് പറയുന്ന ആളുകളൊക്കെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഒന്നിനും ഇയാൾ ഖുർആനിലും സുന്നത്തിലുള്ള മരുന്നുകളായിരിക്കണം കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്കതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാൾ തേന് കൊണ്ട് ചികിത്സിക്കുക, വയറുമായി ബന്ധപ്പെട്ട അസുഖം തേന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കരിഞ്ജീരകം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലാണെങ്കിലും അത് സഹോദരങ്ങൾ എന്താണ്, അത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ വ്യക്തമായ തജ്രിബായി കൊണ്ടുവരാൻ സാധിക്കണം. ഇന്ന് ചെയ്യുമ്പോൾ അത് ശരീരത്തിൻ്റെ ഇന്നെന്ന മാറ്റങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടായതാണ് എന്ന് പഠന വിധേയമാക്കാൻ സാധിക്കണം. അതല്ലാതെ ഇതിൻ്റെ കാരണം വ്യക്തമാകാത്ത രൂപത്തിൽ മറഞ്ഞ രീതിയിലാണ് കാരണങ്ങൾ ഉള്ളത് എങ്കിൽ അത്തരം ചികിത്സകൾ സഹോദരങ്ങൾ നമ്മളതിനെ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ശിഫ കിട്ടുന്നുണ്ട് എന്ന് ആളുകൾ പറഞ്ഞാലും ശരി, അത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ദീനിലുള്ള വളരെ അടിസ്ഥാനമാണ്. ശിഫ കിട്ടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നാലും ശരി, കാരണം ഒരിക്കലും തന്നെ ഒരു രോഗം മാറുന്നു എന്നുള്ളത് കൊണ്ട് അത് എന്താവാൻ സാധിക്കുകയില്ല, അത് അനുവദനീയമാവുകയില്ല. അനുവദനീയമാകണമെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളിലൂടെ മാത്രമേ ആവുകയുള്ളൂ. ഈ പറഞ്ഞ കാരണങ്ങളിലൂടെ മാത്രമാണ് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടണം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ളൊരു നാഡീ ഞരമ്പുകൾക്ക് ഉത്തേജകം ഉണ്ടാവുകയും അങ്ങനെ അതിന് വേദനകൾക്ക് മാറ്റം വരികയും ഇങ്ങനെ വല്ല പഠന വിധേയമായ വല്ല കാര്യങ്ങളുണ്ടോ അത് സ്വീകരിക്കാവുന്നതാണ്. അതല്ല, അങ്ങനെ യാതൊന്നും പറയാനില്ല. ഇവിടെ അവസാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ചില വളകളൊക്കെ ആളുകൾ ധരിക്കുന്നുണ്ട്. മാഗ്നീഷ്യം വളം, മാഗ്നറ്റ് കൊണ്ടുള്ള കാന്തികമായിട്ടുള്ള ചില വളകൾ. അപ്പോൾ അത് ആ വള ധരിച്ചു കഴിഞ്ഞാൽ കൈ കുഴഞ്ഞു പോകുന്ന അസുഖങ്ങൾ, തളർന്നു പോകുന്ന തളർവാദങ്ങൾ, അല്ലെ പക്ഷ രീതിയിലൊക്കെ ശരീരത്തിലെ പല രൂപത്തിലുള്ള രോഗങ്ങളൊക്കെ വരുന്നത് അതൊക്കെ തടയാൻ വേണ്ടി ചില വളകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ വളകൾക്ക് വല്ല ശാസ്ത്രീയമായ വല്ല വശങ്ങളും ഉണ്ടോ? എന്തായാലും ഖുർആനിലും ഹദീസിലും ഇല്ല. ശാസ്ത്രീയമായ വല്ല വശങ്ങളുണ്ടോ? നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടൊന്നും ശരീരത്തിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, ശരീരത്തിൽ നിന്നൊന്നും പുറത്തേക്ക് എടുക്കുന്നില്ല. പിന്നീട് എങ്ങനെയാണ് അതുകൊണ്ട് ശിഫയാകുന്നത്? സഹോദരങ്ങൾ, അങ്ങനെ വ്യക്തമാകാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ചികിത്സക്കായി ഉപയോഗിക്കാൻ പാടില്ല. കാരണം ചില ആളുകളത് വളരെ വലിയ ഇംഗ്ലീഷിലൊക്കെ പരസ്യത്തിലൊക്കെ വന്നാൽ പിന്നീട് അതൊരു ഖുറാഫത്താവുകയില്ല, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഷിർക്കിൻ്റെ രൂപത്തിലേക്കൊന്നും പോകുകയില്ല എന്ന് ധരിക്കുന്നവരുണ്ട്. അല്ല, ഈ ഷിർക്കിൻ്റെ മുഖങ്ങൾ പല രൂപത്തിലും വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പല രൂപത്തിലും ഷിർക്കിൻ്റെ മുഖങ്ങൾ വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ച്, അറിവുള്ളവരോടൊക്കെ ചോദിച്ച് മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത്തരത്തിൽ ചികിത്സാ രീതികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ല, ആദ്യം നമ്മൾ നല്ല വിവരമുള്ള വിശ്വസിക്കാവുന്ന ഒരു മുസ്ലിമായ ഒരു ഡോക്ടറുടെ അടുക്കിലേക്ക് പോയി അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക. ഇത് വല്ല മെഡിസിനിൽ എന്തെങ്കിലുമൊക്കെ ഇതിനെ കൊണ്ട് ഉപകാരമുണ്ടാകുമെന്ന് കണ്ടുപിടിക്കപ്പെട്ട വല്ലതുമാണോ? ആ രൂപത്തിലൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന, ദീനിൽ വിശ്വസിക്കാവുന്ന ആളുകളെ കുറിച്ച് ചോദിക്കേണ്ടതുണ്ട്. അതിനതുപോലെ പണ്ഡിതന്മാരോട് ചോദിക്കാം, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ദീനിൽ എങ്ങനെ ഏത് രൂപത്തിലാണ് ഇത് വരിക, അതിനെക്കുറിച്ചിട്ട് എന്താണ് ദീനിൻ്റെ കാഴ്ചപ്പാട്, ഇത് ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചികിത്സാ രീതികളിലേക്ക് പോകാൻ. അതല്ലാത്ത ഓൾട്ടർനേറ്റീവ് മെഡിസിനുകൾ ഉപയോഗിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ മാറുന്നുണ്ട്, ആളുകളൊക്കെ പറയുന്നുണ്ട് അത് ഉപയോഗിച്ച് മാറി, ഇത് ഉപയോഗിച്ച് മാറി, ഇന്ന ആൾക്ക് മാറി എന്നതൊരിക്കലും തന്നെ ഒരു ചികിത്സാ രീതി ശരിയാണെന്ന് പറയാൻ കാരണമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഈ സഹോദരങ്ങളെ, ഈ അധ്യായത്തിലേക്ക് വരാം. അദ്ദേഹം പറയുന്നു, വഖൗലില്ലാഹി തആല അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, അഫറഅയ്തും, നിങ്ങൾ അറിയിച്ചു തരുമോ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ പല ആളുകളെയും ദുആ ചെയ്യുന്നുണ്ട്, അവരോട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്.
ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ഉപദ്രവം പ്രയാസം അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, ഈ പറയുന്ന ആളുകൾക്ക് അത് നീക്കം ചെയ്തു തരാൻ പറ്റുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സഹായം തരുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ അവർക്ക് നീക്കിത്തരാൻ സാധിക്കുമോ എന്നാണ്. ഇവിടെ മുശ്രിക്കുകളോടാണ് ചോദിക്കുന്നത്, മക്കയിലെ മുശ്രിക്കുകളോടാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം അവർക്കില്ല എന്ന് തന്നെയാണ്. കാരണം അവർ വിശ്വസിച്ചിരുന്നു ഒരു പ്രയാസം നീക്കിത്തരാൻ, ഒരു ബുദ്ധിമുട്ട് നീക്കിത്തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് വലിയ ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ എന്ത് ചെയ്യാറുള്ളത്? അള്ളാഹുവോട് തന്നെ പ്രാർത്ഥിക്കാറുള്ളത്. സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, സുമ്മ ഇദാ മസ്സകുമുദ്ദുർറു ഫഇലൈഹി തജഅറൂൻ, പിന്നീട് നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഫഇലൈഹി തജഅറൂൻ, മുറവിള കൂട്ടി നിങ്ങൾ അള്ളാഹുവിലേക്കാണ് എത്തിച്ചേരുന്നത്, അള്ളാഹിൻ്റെ അടുക്കലേക്കാണ് എത്തുന്നത്. അപ്പോൾ അവർക്കറിയാം അള്ളാഹ് ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വേണം എന്ന് അവർക്കറിയാവുന്നതാണ്. അല്ലാഹു തആല മറ്റു പല സ്ഥലങ്ങളിലും അവരോട് ചോദിച്ചിട്ടുണ്ട്, ഖുലിദുൽ ലദീന സഅംതും മിൻ ദൂനി, പറയുക നിങ്ങൾ അല്ലാഹുവിന് പുറമെ ദുആ ചെയ്യുന്ന അങ്ങനെ വാദിച്ചു പോകുന്ന ചിലരുണ്ടല്ലോ, ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല, അവർക്ക് ഒരു പ്രയാസം നിങ്ങൾക്ക് ഇല്ലാതാക്കി തരാനോ നീക്കിത്തരാനോ അവർക്ക് സാധിക്കുകയില്ല. നമ്മൾ നേരത്തെ വിശദീകരിച്ച ഒരു ആയത്താണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് അല്ലാഹുവിനല്ലാതെ രോഗങ്ങളോ പ്രയാസങ്ങളോ നീക്കിത്തരാൻ സാധിക്കുകയില്ല. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്ക്, അവർക്കതിന് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അധ്യായം കയ്യിലും മറ്റുമൊക്കെ നൂലും വളയും ഒക്കെ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. ഉറുക്കും ഏലസൊക്കെ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായമാണ്. എന്തിനാണ് ഈ അധ്യായത്തിൽ ഈ ഒരു ആയത്ത് അദ്ദേഹം ആദ്യമായി കൊടുത്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ ആയത്ത് അദ്ദേഹം ആദ്യമായി കൊടുത്തിട്ടുണ്ടാവുക? മനസ്സിലാക്കുക, വളരെ കൃത്യമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്, നമ്മൾ ഇത്തരത്തിലുള്ള നൂലുകളും ഏലസുകളും മുറുക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്, ഇത് കെട്ടുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രോഗം മാറുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയിട്ടുണ്ട് ഇല്ലാതെ അവരെന്ത് ചെയ്യാണ്, അല്ലാഹുവിൻ്റെ പേരിൽ വ്യാജം ആരോപിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് മാറ്റിത്തരാൻ നിങ്ങൾക്ക് മറ്റാരാണുള്ളത്. ഇപ്പം ഈ ആയത്തിൽ മലക്കുകളെയും ജിന്നുകളൊക്കെയാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, സാലിഹ്യങ്ങളൊക്കെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇവർക്ക് പോലും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലാഹു ഒരു ഉപദ്രവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീക്കിത്തരാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന നൂലുകൾക്കും ഈ പറയുന്ന വളയങ്ങൾക്കും ഏലസുകൾക്കും ഉറുക്കുകൾക്കൊക്കെ നിങ്ങൾക്ക് വന്ന രോഗങ്ങൾ മാറ്റിത്തരാൻ സാധിക്കുക? കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകാത്ത കാര്യമാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ സാധിക്കുക? അതുപോലെ ഈ ആയത്ത് കൊടുത്തതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് നിങ്ങളുടെ ഖൽബ് അത് നിങ്ങൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അത് തഅല്ലുഖുൽ ബാത്തിലാണ്, വ്യർത്ഥമായ നിരർത്ഥകമായ അത് ബന്ധമാണ് ഉണ്ടാവുക. അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവുകയില്ല. അല്ലാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കും, സഹായം തേടുമ്പോൾ ഒരു രക്ഷയും നൽകാത്തതുപോലെ, അതുകൊണ്ടൊരു ശിഫയും നൽകാത്തതുപോലെ ഇത്തരത്തിലുള്ള അല്ലാഹു അനുമതി നൽകാത്ത ഉറുക്കുകളിലോ ഏലസുകളിലോ അഭയം പ്രാപിക്കുന്നവർക്ക് ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ഈ ആയത്ത് കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അത് മാറ്റാൻ മറ്റൊന്നിനും കഴിയില്ല എന്ന അടിസ്ഥാനപരമായ ചിന്ത മുക്കുവാണ്. ഉറുക്കിലേക്കും ഏലസിലേക്കും ഇങ്ങനെ വല്ലതൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ നൂല് കെട്ടിയാൽ ഇതുകൊണ്ടൊക്കെ എൻ്റെ ഇന്നത് മാറുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു നിനക്കൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിന്നെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഇതുകൊണ്ടൊന്നും ഒരു ഉപദ്രവം നീക്കാനോ ഉപദ്രവം ഇല്ലാതാക്കാനോ സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച അവൻ പറഞ്ഞിട്ടുള്ള അവൻ ശറഅാക്കിയിട്ടുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യണം, അവൻ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് അല്ലാഹു ശറഅാക്കിയ മാർഗമാണോ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള മാർഗമാണോ, ഇത് പഠിക്കേണ്ട കാര്യമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. ഇത്തരം ഏലസ് കെട്ടുന്നത്, ഇത്തരം നൂലുകൾ കെട്ടുന്നത്, വളയങ്ങൾ കെട്ടുന്നത് അള്ളാഹുവിൻ്റെ ദീനിലുണ്ടോ, പരിശുദ്ധ ഇസ്ലാമിലുണ്ടോ? അല്ല, ചില ആളുകൾ അങ്ങനെ വിശ്വസിച്ചിട്ടാണ് ഇത് ദീനിലുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിങ്ങനെ ചെയ്യുന്നത് എന്തോ ഹദീസിൽ വന്നതാണ്, ആയത്തിൽ വന്നതാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രയാസം മാറും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഈ പറയുന്ന ഹദീസുകൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇതിലൊന്നാമതായി അദ്ദേഹം കൊടുക്കുന്ന ആയത്തിന് ശേഷം ഒന്നാമത് കൊടുക്കുന്ന ഹദീസ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ ഫീ യദിഹി ഹൽഖത്തുൻ മിൻ സുഫൂർ. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കയ്യിൽ ഹൽഖത്തുൻ മിൻ സുഫൂർ, ഒരു മഞ്ഞ നിറത്തിലുള്ള വളയം
കാണുകയുണ്ടായി. ഹൽഖത്തു മിൻ സുഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നേരത്തെ നമ്മൾ പറഞ്ഞ പിച്ചളയാണ്, നുഹാസ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ അതിൻ്റെ കളറ് മഞ്ഞ നിറമായതുകൊണ്ടാണ് ഹൽഖത്തു മിൻ സുഫർ എന്ന് പറഞ്ഞത്. മഞ്ഞ നിറം കൊണ്ടുള്ള ഒരു വളയം എന്ന് പറഞ്ഞാൽ പിച്ചള കൊണ്ടുള്ള ഒരു വളയം, കോപ്പറിൻ്റെ ഒരു വളയം ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ. ഇവിടെ ആരാണ് ധരിച്ചത് എന്നുള്ളത് ഈ റിവായത്തിൽ, ഈ ഹദീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ വേറെ ചില റിവായത്തിൽ എന്ത് വന്നിട്ടുണ്ട്, ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ തന്നെയാണത്. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് ഈ വളയം കണ്ടിട്ടുള്ളത്. അദ്ദേഹം അതാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ വളയം കണ്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ പേര് പറയുക അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ് വളയം ഉണ്ടാകുക എന്നൊന്നും പറയുന്നത് പ്രത്യേകിച്ച് ഫായതയില്ല. ആ വിഷയമാണ് നമുക്ക് പ്രാധാന്യം. എന്ത് തന്നെയായാലും ആ വ്യക്തി ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ജാഹിലിയ്യ വിശ്വാസപ്രകാരമായിരിക്കണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വള കിട്ടിയിട്ട് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മഹാദി, എന്താണിത് എന്ന് ചോദിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ട് അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു മഹാദിഹി എന്ന് പറയുന്നത് അത് സുആലു ഇസ്തിഫ്സാറാണ്, അത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇസ്തിഫ്സാറിന് വേണ്ടി എന്തിനാണ് ധരിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ധരിച്ചത്, ഇതൊരു ഭംഗിക്ക് നീ ധരിച്ചതാണോ, അതല്ല വല്ല രോഗം മാറാൻ ധരിച്ചതാണോ, അതല്ല ഇത് വേറെ എവിടെയെങ്കിലും വെച്ചാൽ അത് കളഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് കയ്യിൽ തന്നെ നീ പിടിച്ചതാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാണോ എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. ഈ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, അതല്ലെങ്കിൽ തന്നെ ദീനിലുള്ള ഒരു അടിസ്ഥാനമാണ്. ഏതൊരു മുൻകറും ഏതൊരു തിന്മയും എതിർക്കുന്ന സമയത്ത് നമ്മൾ എന്താണെന്ന് ചോദിക്കണം. കാരണം എന്തുകൊണ്ടാണ് അയാളത് ചെയ്തത്, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത് എന്നൊരു വിശദീകരണം അറിഞ്ഞതിന് ശേഷമാണ് നമ്മളതിനെ എതിർക്കേണ്ടത്. അതല്ലാതെ തിരക്കിട്ട് എതിർക്കാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് അറിവില്ലാത്ത, അയാൾക്ക് ഉഴുതുള്ള ഒഴികഴിവുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ച് ഉറപ്പുവരുത്താണ്, എന്തിനാണ് നീ ധരിച്ചത്, അയാളെ കൊണ്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട്, അയാളുടെ വാ കൊണ്ട് തന്നെ അയാൾക്ക് പറയുന്നതിന് വേണ്ടി ചോദിച്ചതാണ് എന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, ഈ ചോദ്യം ഇസ്തിഫാമുൽ ഇൻകാരിയാണ്. അതായത് അയാൾ ഇൻകാർ ചെയ്തുകൊണ്ട് എതിർത്തുകൊണ്ട് ചോദിച്ചാൽ എന്താണ് ധരിച്ചത്, ആ രൂപത്തിൽ എതിർത്തുകൊണ്ട് തന്നെ ചോദിച്ചതാണ്. കാരണം അത് തെറ്റാണെന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അത് വലിയ അബദ്ധമാണ് എന്ന് ആദ്യം തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്. അങ്ങനെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു, മഹാദി, എന്താണിത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, മിനൽ വാഹിന, അത് വാഹിന കാരണത്താലാണ്. അതായത് ശരീരത്തിന് കൈക്കൊക്കെ ബാധിക്കുന്ന ഒരു തളർച്ച രോഗത്തിനാണ് വാഹിന എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് അത് കൈക്ക് ബാധിക്കുന്ന, അഥവാ കൈയുടെ തോള് മുതൽ കൈയുടെ മുഴുവൻ ഭാഗത്തിൽ ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു രോഗമാണത്. അത് പൊതുവെ പുരുഷന്മാർക്കാണ് ഉണ്ടാവുക, സ്ത്രീകൾക്ക് ഉണ്ടാവാറില്ല. അപ്പം അത്തരത്തിലുള്ള രോഗം ജാഹിലിയ്യ കാലഘട്ടത്തിലൊക്കെ അത്തരത്തിലുള്ള രോഗം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, ഈ വളയം ഇങ്ങനെ കയ്യിൽ ധരിക്കാറുണ്ട്. അപ്പോൾ ആ നിലക്ക് അദ്ദേഹം അത് ഒരു രോഗം അതുകൊണ്ട് മാറും എന്നുള്ള ധാരണയിലാണ് ഈ വ്യക്തി ധരിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഇയാൾ ധരിക്കുന്നത് ആ രോഗം മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അയാൾ അല്ലാഹുവില്ലാത്ത ആളെ വിളിച്ച് പ്രാർത്ഥിക്കുക, സഹായം തേടുക ഒന്നുമില്ല, ഒരു സഹാബിയാണ്. ഇത് രോഗം മാറുമെന്ന പ്രതീക്ഷയിൽ, ഇത് ഇങ്ങനെ കെട്ടിയാൽ അത് മാറുമെന്നുള്ള പ്രതീക്ഷയിൽ അയാൾ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിഅഹ, ഇത് ഊരിക്കളയണം. ചില റിവായത്തിൽ ഇൻബിദ്ഹ എന്നുണ്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഊരിക്കളയണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്തറഹു ബിസ്സുറഅത്തിൻ വഖുവ, പെട്ടെന്ന് ശക്തിയായി വേഗം എടുത്ത് ഊരിക്കളയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവത്തിലാണ് പറഞ്ഞത്. കാരണം അയാളിൽ നിന്ന് ഉത്തരം കിട്ടി, ഇത് തളർച്ചാ രോഗത്തിന്, അയാൾക്കുള്ള പ്രയാസത്തിനോട്, രോഗം മാറുന്നതിന് വേണ്ടി അയാൾ കെട്ടിയ വളയമാണ്, പെട്ടെന്ന് ഊരിക്കളയണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹ ലാ തസീദുക ഇല്ലാ വഹന, അതിന് തളർച്ച വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് അത് നിന്റെ തളർച്ച വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞത്? ഈ വളയത്തിന് അങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ, രോഗത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ? കാരണം ഇത്തരം വളയങ്ങൾക്ക് ഒരു സ്വാധീനം ഉണ്ടാവുകയില്ല, ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? പണ്ഡിതന്മാർ പറഞ്ഞു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു ശിക്ഷയായിട്ട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള അള്ളാഹു നിശ്ചയിക്കാത്ത ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഹൃദയം അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ബന്ധിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അള്ളാഹു അതിൻ്റെ വിപരീത ഫലം അവൻ നൽകുമെന്നാണ്, ശിക്ഷയെന്നോണം അത് നൽകുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം തളർച്ച മാറാനാണ് അയാൾ കെട്ടിയതെങ്കിൽ അള്ളാഹു തളർച്ച ഒരിക്കലും മാറ്റാത്ത അവസ്ഥയിൽ എന്നും ഈ പ്രയാസത്തിൽ അയാൾ നിന്നെ ആക്കും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. ഇത് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള അള്ളാഹു നിശ്ചയിക്കാത്ത ഏലസിലും മുറുക്കിലും ഇതിലൊക്കെ അഭയം പ്രാപിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ഈ പ്രയാസത്തിലില്ല, അത് പ്രയാസം വിട്ടുമാറുകയില്ല.
എന്നത് കെട്ടാതെ അവർക്ക് സാധിക്കുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ രോഗത്തിന് വേണ്ടിയിട്ടാണ് നീ ഇത് കെട്ടിയത്, ഈ രോഗം മാറില്ല. ഇതുകൊണ്ട് രോഗം മാറുകയില്ല. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അള്ളാഹു അതൊരു ശിക്ഷയായിട്ട് അവൻ നൽകും. ഒരു മുസീബത്ത് എന്നും അവൻ്റെ കയ്യിൽ, എന്നും അവൻ്റെ രീതിയിലുണ്ടാകും. അതുകൊണ്ട് ഊരിക്കളയുകയാണ് വേണ്ടത്. എന്നിട്ട് പറഞ്ഞു ഇത് കയ്യിലായിട്ടാണ് നീ മരിക്കുന്നതെങ്കിലും നീ പിന്നെ ഒരിക്കലും വിജയിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ അത് ഊരിക്കളയുക എന്ന അറിവ് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അറിവ് കിട്ടിയതിന് ശേഷവും നീ ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ പിന്നീട് നിനക്ക് വിജയിക്കാൻ സാധിക്കില്ല. പിന്നെ അള്ളാഹിൻ്റെ അടുക്കൽ ഉദുർ പറയാൻ സാധിക്കില്ല. കാരണം അയാളുടെ അറിവ് ഉദുർ ജഹിലവിടെ നീങ്ങി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ പെട്ടെന്ന് ഊരിക്കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ഇത് ഊരാൻ തയ്യാറല്ലെങ്കിൽ ഇങ്ങനെ നീ മരിച്ചു പോയാൽ നിനക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരത്തിൽ ഉറുക്കുകളും ഏലസുകളും കെട്ടുന്ന ആളുകൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ട് നിനക്കത് വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. ഒരു ഉപകാരം അതുകൊണ്ട് ചെയ്യുകയില്ല എന്നാണ്. നീ ഒരിക്കലും വിജയിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ആരോഗ്യത്തിൽ വളയങ്ങളും മറ്റുമൊക്കെ കെട്ടുന്ന ആളുകൾ. ഇനി വേറെ ചില ആളുകൾ ഇത്തരം വളയങ്ങളല്ല, നൂലുകളാണ് കെട്ടാറുള്ളത്, അല്ലെങ്കിൽ ഏലസുകളാണ് കെട്ടാറുള്ളത്. അത്തരക്കാരോട് അടുത്ത ഹദീസിൽ കാണാം, അദ്ദേഹം കൊടുക്കും വലഹു അൻ ഉഖ്ബത്ത് ബിൻ ആമിർ മർഫുഅൻ. വലഹു എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദാണ് കഴിഞ്ഞ ഹദീസ് റിവായത്ത് ചെയ്തത്. ഈ ഹദീസും ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തന്നെയാണ്. സഹാബി ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും, മൻ തഅല്ലക തമീമതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലക തമീമതൻ, ആരെങ്കിലും ഒരു തമീമത്ത്, ഒരു ഏലസ് കെട്ടുകയാണെങ്കിൽ ഫലാ അതമല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പൂർത്തീകരിച്ചു കൊടുക്കുകയില്ല. വമൻ തഅല്ലക വദഅതൻ, ആരെങ്കിലും വദഅത്ത് കെട്ടുകയാണെങ്കിൽ, ശംഖു പോലെയുള്ള വസ്തുക്കൾക്കാണ് വദഅത്ത് അല്ലെങ്കിൽ വദഅത്ത് എന്ന് പറയാറുള്ളത്. അത്തരത്തിൽ ശംഖു പോലെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഫലാ വദഅല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയില്ല, അല്ലെങ്കിൽ അവന് മനസ്സമാധാനം നൽകുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഫീ റിവായ, ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങൾ, വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉറുക്ക് കെട്ടിയാൽ, ഏലസ് കെട്ടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എന്ത് ചെയ്യില്ല, അത് പൂർത്തിയാക്കി കൊടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ഇത് കെട്ടുന്ന ഏലസ് കെട്ടുന്ന ആളുകൾ ചിന്തിക്കണ്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ എതിരെ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആളുകൾ ചെയ്യുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. വണ്ടിയിൽ ഒരു പുതിയ വണ്ടി എടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു പച്ച നൂല് കെട്ടുന്ന ആളുകൾ കാണാൻ സാധിക്കും. വാഹനം എടുത്താൽ അതിൻ്റെ ബോണറ്റൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കെട്ടുന്ന ആളെ കാണാൻ സാധിക്കും. വീട്ടിൽ ആരും കാണാതെ, അല്ലെ ഈ കാലത്തിലൊക്കെ കുറച്ച് മടിയുള്ള ആൾക്കാരാണെങ്കിൽ ആരും കാണാതെ അവിടെ ഇവിടെയൊക്കെ കെട്ടുന്നത് കാണാൻ സാധിക്കും. കുട്ടികളുടെ അരയിൽ കെട്ടിക്കൊടുക്കും. എന്തിനാണ്? ഏലസാണത്, ഉറുക്കാണത്. അത് രൂപത്തിൽ ശരീരത്തിൻ്റെ കൈഭാഗത്ത്, കാലുഭാഗത്ത് പല സ്ഥലത്തും ആളുകൾ ബന്ധിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് മുസ്ലിം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ അതമല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ എന്നാണ്. കാരണം ഈ തമീമത്ത് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് എന്നാണ്, പൂർത്തിയാക്കുന്നത് എന്നാണ്. അവർ ആ പ്രതീക്ഷ വെച്ചുകൊണ്ട്, ഒരു തഫാഉൽ വെച്ചുകൊണ്ട് അങ്ങനെ അതിന് പേര് കൊടുത്തതാണ് തമീമത്ത്. ഇത് പൂർത്തിയാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ എതിരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അങ്ങനെ പൂർത്തീകരിക്കാൻ വേണ്ടി നിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാകും, നീ ഉദ്ദേശിച്ചതൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണോ നീ ഇത് കിട്ടുന്നത്, ഫലാ അതമല്ലാഹു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ പ്രാർത്ഥിക്കുക. നിന്റെ കാര്യങ്ങളൊന്നും അല്ലാഹു തആല പൂർത്തിയാക്കി തരികയില്ല എന്ന് പറയണം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, മൻ തഅല്ലക വദഅതൻ, അല്ലെങ്കിൽ വദഅതൻ, ആരെങ്കിലും ഈ വദഅത്ത്, കടലിൽ മറ്റുമൊക്കെ കിട്ടുന്ന ശംഖുകൾ, ഇതൊക്കെ കിട്ടുന്ന ആളുകൾ കാണാൻ സാധിക്കും. ആരെങ്കിലും അത് കിട്ടുന്നുണ്ടെങ്കിൽ ഫലാ വദഅല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ, അവൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കാതിരിക്കട്ടെ എന്ന്. ആഗ്രഹം പൂർത്തീകരണത്തിനും ഉദ്ദേശം സഫലീകരണത്തിനൊക്കെയാണ് ഇത് കിട്ടുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെയാണ് പ്രവർത്തിച്ചത്. ഫലാ വദഅല്ലാഹു ലഹു, അല്ലാഹു അവൻ പൂർത്തിയാക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ലാ ജഅലഹു ഫീ ദഅത്തിൻ വസുകൂൻ, അവൻ സമാധാനം ശാന്തി കിട്ടാതിരിക്കട്ടെ എന്നാണ്. അതുകൊണ്ടാണ് സഹോദരൻ ഇതൊന്നും കെട്ടുന്നാക്കി സമാധാനം ശാന്തി കിട്ടാതിരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ പ്രാർത്ഥിച്ചിട്ട കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത കാര്യമാണിത്. ഇതൊക്കെ കെട്ടുന്നാളെ നോക്കിയോ, ജീവിതകാലം ഇതിൽ അഭയം പ്രാപിക്കാൻ ഇത് അയക്കുന്ന ഒരു നേരം കാണുന്നില്ല. എനിക്ക് ഇതിൽ തന്നെ ബന്ധിപ്പിച്ച് ഈ രൂപത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒന്നിനു പുറമെ ഒന്നായിട്ട് ഇങ്ങനെ മാനസികമായ സംഘർഷങ്ങളും മറ്റൊക്കെ ഉണ്ടാകും. കാരണം അവനെ അല്ലാത്ത ആളുകളുടെ ഒക്കെ അടിമകളായ മാതിരിയാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അവൻ ഉപയോഗിക്കുന്നത്. ചില വിവാഹത്തിൽ വന്നത്, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഒരു തമീമത്ത് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ്.
ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക് എന്നല്ല അതിൻ്റെ അടിസ്ഥാനം, മറിച്ച് ഷിർക്കുൽ അസ്ഗറാണ്. അതായത് അവൻ്റെ അമലുകൾ പൊളിഞ്ഞു പോകും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അമലുകൾ പൊളിഞ്ഞു പോകും. എന്നാൽ ഈ ഏലസ് കിട്ടും, മുറുക്ക് കിട്ടുന്ന എല്ലാവരും ഷിർക്കുൽ അസ്ഗർ മാത്രമല്ല. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കുൽ അക്ബറായ ഏലസുകളുണ്ട്. ഏതുപോലെ ഒരാൾ വിശ്വസിക്കുകയാണ് ഈ മുറുക്കിന് ഏലസിന് സ്വന്തമായിട്ട് എനിക്ക് ഉപകാരപദ്രവങ്ങൾ ചെയ്യാൻ കാര്യം സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഷിർക്കുൽ അക്ബറാണ്. അല്ല, മറ്റു പല വിശ്വാസികളൊക്കെ മറ്റു മതസ്ഥരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു വള കിട്ടിയാൽ ഇത് അങ്ങനെയുള്ള വളയാണ്, ഇങ്ങനെയുള്ള മോതിരാണ്, ഇതെന്നെ രക്ഷിക്കും, അപകടത്തെ രക്ഷിക്കും, അതിന് തന്നെ സ്വന്തമായി ഉപകാരപദ്രവങ്ങൾ തടുക്കാനും നൽകാനൊക്കെ സാധിക്കുമെന്നൊരാൾ വിശ്വസിച്ച് ദീൻ പുറത്തു പോകുന്ന കാര്യം. പിന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഷിർക്കുൽ അസ്ഗറാണ്. കാരണം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അപ്പം അള്ളാഹു സബബാക്കാത്ത, കാരണമാക്കാത്ത കാരണത്തെ ഒരു വസ്തുവിനെ കാരണമാക്കിയാൽ അത് ഷിർക്കുൽ അസ്ഗറാണ് എന്നാണ്. ഇനി ഷിർക്കുൽ അക്ബറാകുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഒരാൾ ഇത്തരത്തിലുള്ള ഏലസിൽ മുറുക്കുകയും ചിലപ്പോൾ ചെയ്യും, ഏതെങ്കിലുമൊക്കെ ഷെയ്ഖിൻ്റെ ഏതെങ്കിലും കൗലിയുടെ പേരൊക്കെ അവൻ എഴുതും. ഇന്ന ഫുലാൻ, അല്ല യാ ബദവി, അല്ലെങ്കിൽ യാ മുഹീദ്ദീൻ ഷെയ്ഖ്, ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടാണുള്ളത്. ഇയാൾക്കത് അറിയുകയും ചെയ്യാം. ചില ആൾക്ക് അറിയില്ല, എന്താണ് എഴുതി കൊടുത്താൽ അറിയാത്ത ആൾക്കാരുണ്ട്. ഇയാൾക്കത് അറിയുകയും ചെയ്യാം എന്നതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഔലിയാൻ്റെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്, സഹായം തരില്ല, അയാളുടെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് കിട്ടുന്നത് എങ്കിൽ അതും ഷിർക്കുൽ അക്ബറാണ്, ഇതിൽ നിന്ന് പുറത്തു പോകും. അല്ല, ഒരാൾ ഒരു ഔലിയയുടെ പേര് എഴുതിയിട്ട് കിട്ടുകയാണ്, അയാൾക്കറിയാത്ത അതാണ് എഴുതിയിട്ടുള്ളത്, ആ ഔലിയൻ്റെ പേരാണ് അതിൽ എഴുതിയിട്ടുള്ളത്. എപ്പോഴും ഔലിയാനോട് എന്ത് ചെയ്യുകയാണ്, ഈ ഉറുക്ക് കയ്യിലുള്ളിടത്തോളം രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഔലിയാൻ്റെ രക്ഷയിലാണ് ഇത് നടക്കുന്നത് എന്ന വിശ്വാസത്തിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അതും ഷിർക്കുൽ അക്ബറാണ്, ഇതിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. സഹോദരങ്ങൾ, ഈ ഹദീസ് ഉദ്ധരിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഉഖ്ബത്ത് ബിൻ ആമിർ ജുഹനി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാം, അഖ്ബല റഹ്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ആളുകൾ, ഒരു റഹ്ത്ത്, 3 മുതൽ 9 വരെയുള്ളൊരു കൊച്ചു സംഘത്തിനാണ് റഹ്ത്ത് എന്ന് പറയുക. അങ്ങനെയുള്ള ചെറിയൊരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി. ഫബായഅ 9 ആളുകൾ എന്ത് ചെയ്തു, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അവിടെ വന്നു, ബൈഅത്ത് ചെയ്തു. വഅംസക അൻ വാഹിദ്, ഒരാൾ എന്ത് ചെയ്തിട്ടില്ല, ബൈഅത്ത് ചെയ്തിട്ടില്ല. ഫഖാലു യാ റസൂലല്ലാഹ് ബായഅത 9 വതറക്ത ഹാദാ, അല്ലാഹുവിന്റെ റസൂലേ 9 ആൾക്ക് താങ്കൾ ബൈഅത്ത് ചെയ്തു, ഒരാളോട് മാത്രം എന്താ ബൈഅത്ത് ചെയ്തിട്ടില്ല. അല്ല, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുത്തിട്ട് ബൈഅത്ത് ചെയ്യും. ഭരണാധികാരിക്ക് ബൈഅത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ആൾക്ക് ബൈഅത്ത് കൊടുത്തു, ഒരു വ്യക്തിക്ക് മാത്രം ബൈഅത്ത് കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അവൻ്റെ അടുക്കൽ ഒരു ഏലസുണ്ട്, അവൻ്റെ അടുക്കൽ ഒരു ഏലസുണ്ട്. മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക, എന്നിട്ടാണ് ഈ ഹദീസ് പറഞ്ഞത്. ആരാണോ തമീമത്ത് ധരിച്ചിട്ടുള്ളത് അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിലേക്ക് കൈ പ്രവേശിക്കുകയും അവൻ്റെ ഏലസ് പൊട്ടിച്ചെറിയുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവ്വത്തിന്റെ തെളിവും കൂടിയാണ്. കാരണം ഇയാളുടെ ഏലസ് ബാക്കിയുള്ളവർ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, ഉള്ളിലാണുള്ളത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, വഹീനാൽ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിൽ കൈയിട്ടത് പൊട്ടിച്ചെടുത്തു എന്നാണ്. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ബൈഅത്ത് കൊടുക്കാതെ മാറ്റി നിർത്തുകയാണ്. ഏലസ് കിട്ടിയാണ്, ബൈഅത്ത് കൊടുക്കാതെ മാറ്റി നിർത്തുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണിത്. ഇത്തരത്തിലുള്ള ഏലസുകൾ, മുറുക്കുകൾ കിട്ടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. കാരണം പല ആളുകളും അത് ഒരു ഇസ്ലാമികമായ എന്തോ ഒരു രക്ഷാ കവചമാണ്, മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച എന്തോ ഒരു ഉപകാരം കിട്ടാനോ അല്ലെങ്കിൽ ഉപദ്രവം നീങ്ങാനോ നിശ്ചയിച്ച കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് മസ്ജിദുകളിൽ വന്നിട്ട് ഉസ്താദുമാരെ കൊണ്ട് കെട്ടിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് പോലും ചെയ്യാതെ പറഞ്ഞയച്ചിരിക്കുക, അയാൾക്ക് കൈ പോലും കൊടുക്കാതെ പറഞ്ഞയച്ചിരിക്കുകയാണ്. പിന്നീട് അത് മുറിച്ചതിന് ശേഷം മാത്രമാണ് അയാൾക്ക് ബൈഅത്ത് കൊടുക്കുന്നത്. അപ്പം അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് ആളുകൾക്ക് നിസ്സാരമായി തീരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനങ്ങളെ നയിക്കുന്ന ഇത്തരത്തിലുള്ള പല നേതാക്കന്മാരും മുസ്ലിയാക്കന്മാരുമാണ്. അവരുടെ കാര്യലാഭത്തിനു വേണ്ടി ആളുകളെ ഇത്തരം ശുർക്കൻ വിശ്വാസങ്ങളിൽ അവർ തളച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം നോക്കൂ സഹോദരങ്ങളെ, അവസാനമായി അദ്ദേഹം കൊടുത്തത് വലി ഇബ്നു അബി ഹാത്തിം അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു. അബൂ ഹാത്തിം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. അന്നഹു റഅ റജുലൻ ഫീ യദിഹി ഖൈതുൻ മിനൽ ഹുമ്മ ഫഖതഅഹ. ഒരിക്കൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു നൂല് കണ്ടു. മിനൽ ഹുമ്മ, പനി മാറുന്നതിന് വേണ്ടി, അത്തരത്തിൽ പനിയൊക്കെ മാറുന്നതിന് വേണ്ടി ഒരു നൂല് ഒരാൾ കെട്ടിയിട്ട് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഫഖതഅഹ. നബി സല്ലല്ലാഹു അഫ്വാൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഫഖതഅഹ. സ്വഹാബിയാണ് ചെയ്യുന്നത്, സ്വഹാബി ചെയ്യുന്ന കാര്യം. അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ നൂല് എന്ത് ചെയ്തു, മുറിച്ചു കളഞ്ഞു. ആ നൂല് മുറിച്ചു കളഞ്ഞു, അവിടെ നൂരിക്കടന്നു.
എന്നിട്ട് അള്ളാഹിൻ്റെ ഈ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്തു. ജനങ്ങളിൽ അധികവും അള്ളാഹു ശിർക്ക് ചെയ്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്താണ്. കാരണം മുശ്രിക്കുകൾക്ക് അവരുടെ ഈമാനുണ്ട്. എന്താണ്? ആകാശഭൂമികൾ ആരാണ് പടച്ചതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എന്ന് പറയും. ഇതിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇബാദത്തിന്റെ കാര്യത്തിൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട കാര്യത്തിൽ അവർ ശിർക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെയാണ് ഈ ആളുകളുടെ അവസ്ഥ എന്നാണ്. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. ജനങ്ങളിൽ അധികം ആളുകളും ഇത്തരത്തിൽ വിശ്വസിക്കുന്നത് അള്ളാഹു പങ്കു ചേർത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ സഹാബി എന്ത് ചെയ്യാണ്? സഹോദരങ്ങളെ അത് മുറിച്ചു മാറ്റുകയാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അവിടുന്ന് ഇത് മുറിച്ചു മാറ്റുകയാണ്, എടുത്തു മാറ്റുകയാണ്, ബൈഅത്ത് കൊടുക്കാതിരിക്കുകയാണ്. സ്വഹാബികൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അവരത് മുറിച്ചു മാറ്റുകയാണ്. അത്തരം ഗൗരവമുള്ള കാര്യമാണ്. ഇനി ആരാണ് ഇത് മുറിച്ചു മാറ്റേണ്ടത്? നമ്മൾ മനസ്സിലാക്കുക, അടിസ്ഥാനം ആരാണോ കെട്ടിയിട്ടുള്ളത് അയാളെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യിക്കേണ്ടത്. ആരാണോ ചെയ്തിട്ടുള്ളത് അയാളോട് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് വിലായത്തുണ്ട്, അയാളുടെ മേൽ അധികാരമുണ്ട്. അപ്പോൾ അയാൾക്ക് മേൽ അധികാരമുള്ള ഭരണാധികാരിയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ വലിയ സ്ഥാനമുള്ള പണ്ഡിതനോ അല്ല അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ മറ്റൊരാളിൽ നിന്നും അത് മുറിച്ചു മാറ്റാൻ സാധിക്കും. എന്ത് തന്നെയായാലും എല്ലാവരുടെയും ബാധ്യതയാണ് ഇത്തരത്തിലൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് മുറിച്ചു മാറ്റാൻ വേണ്ടി അയാൾ പറയണം. നമ്മൾ ഒരാളുടെ കയ്യിൽ കണ്ട് രസം മുറുക്ക് കണ്ടിട്ട് അത് പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരൊറ്റ മൃഗത്തിന്റെ കഴുത്തിൽ ഇത്തരത്തിലുള്ള വളയം ഉണ്ടാകാൻ പാടില്ല. അത് മുറിച്ചു കളഞ്ഞിട്ടല്ലാതെ. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അത് മുറിച്ചു കളയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇത് കണ്ണേറിന് വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് കെട്ടിക്കൊടുക്കുന്ന കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിച്ചു കളയാൻ പറ്റും. ഇന്നും അത് കാണാൻ സാധിക്കും. വലിയ വലിയ പോത്തുകൾ, വലിയ വലിപ്പമുള്ള പോത്തുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതിനിങ്ങനെ ഒരു ചരട് കെട്ടിയിട്ടുണ്ടാകും, ഇങ്ങനെ അത് കെട്ടിയിട്ടുണ്ടാകും. ഈ രൂപത്തിൽ വളയങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഇതന്നെ ഈ പറഞ്ഞ ഹദീസിലുള്ള അതേ കാര്യം തന്നെ സഹോദരങ്ങൾ ഇന്നും അത്തരത്തിലുള്ള ശിർക്കുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് മുറിച്ചു കളയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ കാര്യം മനസ്സിലാക്കുക. ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറഅാക്കാത്ത, കാരണമാക്കാത്ത, സബബാക്കാത്ത കാര്യങ്ങളൊന്നും തന്നെ, അത് ഉറുക്കെന്നോ ഏലസെന്നോ അതല്ലെങ്കിൽ ഈ രൂപത്തിൽ വളയമെന്നോ നൂലെന്നോ ചരടെന്നോ വ്യത്യാസമില്ല. അല്ലാഹു തആല ശറഅാക്കാത്ത ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? സബബാക്കാത്ത കാര്യം അത് സബബായി സ്വീകരിക്കാൻ പാടില്ല. അത് ശിർക്കുൻ അസ്ഗറാണ്. ഇനൊരാൾ ആ കാരണങ്ങൾ തന്നെയാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്, ആ കാരണങ്ങൾ തന്നെയാണ് എനിക്ക് ഉപകാരങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് വിശ്വസിച്ചാൽ ദീനിൽ നിന്നും പുറത്തു പോകുന്ന ശിർക്കുൻ അക്ബറായി തീരും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും ഇന്ന് ആധുനിക ചികിത്സാ രീതികളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രൂപത്തിൽ പലതുമൊക്കെ ചെയ്യും. ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലുമൊക്കെ വെള്ളം എടുത്തുകൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് അതിൽ ഇന്നത് ചേർത്ത് അന്നത് ചേർത്ത് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അവിടെ ശരീരത്തിൽ വെച്ചാൽ മതി, അവിടെ കെട്ടിയാൽ മതി, ഇവിടെ കെട്ടിയാൽ മതി. ഇത് ഖുർആനിലോ ഹദീസിലോ ഇല്ല. അതല്ലെങ്കിൽ ഇങ്ങനെ ശാസ്ത്രീയപരമായിട്ടോ മറ്റോ ഒക്കെ കണ്ടുപിടിച്ച ഒരു കാര്യമായിരിക്കില്ല. ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്, നിസ്സാരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.